ക്രിസ്റ്റഫർ നോളന്റെ ഇന്റർസ്റ്റെല്ലാർ എന്ന സിനിമ കണ്ടവർക്ക് ആ രോമാഞ്ചം വരുന്ന സീൻ ഓർമ്മയുണ്ടാകും. നായകൻ കൂപ്പർ ആ ഗ്യാപ്പ് നികത്താൻ ഉപയോഗിക്കുന്നത് ലേസറോ സൂപ്പർ കമ്പ്യൂട്ടറോ ക്വാണ്ടം ടെക്നോളജിയോ ഒന്നുമല്ല. പകരം പൊടി പിടിച്ച് കിടക്കുന്ന ഒരു പഴയ അനലോഗ് വാച്ചിലെ സെക്കൻഡ് സൂചിയുടെ ചലനമാണ്. ആ സൂചി വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നതല്ല, അതിനൊരു താളമുണ്ട്, നീണ്ടതും ചെറുതുമായ സ്പന്ദനങ്ങൾ. അതെ, അത് മോഴ്സ് കോഡാണ്. കാലത്തിനും സമയത്തിനും അപ്പുറത്തേക്ക്, എന്തിന് ബ്ലാക്ക് ഹോളുകൾക്കുള്ളിൽ നിന്ന് പോലും ഒരു സന്ദേശം കൈമാറാൻ മനുഷ്യൻ കണ്ടെത്തിയ ഏറ്റവും വിശ്വസ്തമായ, ഏറ്റവും എലമെൻ്റലായ മാർഗമാണ് അതെന്നാണ് ആ സിനിമ പറയുന്നത്. ഇതൊരു സിനിമാ സീനാണെങ്കിലും ഇതിൽ വലിയൊരു സത്യമുണ്ട്. നമ്മളൊക്കെ വിചാരിക്കുന്നത് ഡിജിറ്റൽ യുഗം തുടങ്ങിയത് സിലിക്കൺ വാലിയിലാണ് എന്നാണ്. ഫേസ്ബുക്കും ഗൂഗിളും ഒക്കെ വന്നതിന് ശേഷം 1838 ന്യൂജേഴ്സിയിലെ ഒരു ഇരുമ്പ് പണിശാലയിൽ വെച്ച് കറൻസി നോട്ടുകളിൽ പടം വരച്ചിരുന്ന ഒരു ചിത്രകാരനും മെഷീനുകളെ പ്രണയിച്ച ഒരു മെക്കാനിക്കും ചേർന്ന് ലോകത്തെ മാറ്റിമറിച്ച ആ സ്വിച്ച് ഓൺ ചെയ്തു. അതുവരെ ഒരു കുതിരയ്ക്ക് ഓടാൻ പറ്റുന്ന സ്പീഡിൽ മാത്രം സഞ്ചരിച്ചിരുന്ന മനുഷ്യന്റെ വാക്കുകൾ അതോടെ പ്രകാശത്തിന്റെ വേഗതയിൽ മിന്നൽ പോലെ ലോകം ചുറ്റാൻ തുടങ്ങി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറും ഒരു കോഡിനെ കുറിച്ചല്ല, സമയത്തെയും ദൂരത്തെയും മനുഷ്യൻ എങ്ങനെ തോൽപ്പിച്ചു എന്നതിനെക്കുറിച്ചാണ്. ശവകുടീരങ്ങളിൽ നിന്ന് തുടങ്ങി സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ സഞ്ചരിച്ച് നക്ഷത്രങ്ങളോളം വളർന്ന മോഴ്സ് കോഡിന്റെ യഥാർത്ഥ കഥ. ഈ വിപ്ലവത്തിൻ്റെ പിന്നിൽ വല്ലാത്തൊരു സങ്കടത്തിൻ്റെ കഥയുണ്ട്. സാമുവൽ ഫില്ലി ബ്രീസ് മോഴ്സ്, അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു ശാസ്ത്രജ്ഞനൊന്നും ആയിരുന്നില്ല. അത്യാവശ്യം ഫേമസ് ആയ ഒരു പെയിൻറ്റർ ആയിരുന്നു. അമേരിക്കൻ പ്രസിഡന്റുമാരുടെ വരെ പടം വരച്ചിരുന്ന ആൾ. 1825 വാഷിങ്ടൺ DC വെച്ച് ഒരു പടം വരച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ ഒരു കത്ത് കിട്ടുന്നത്. നിന്റെ പ്രിയപ്പെട്ട ഭാര്യ ലുക്രേഷ്യ മരിച്ചു എന്നതായിരുന്നു ആ കത്തിൻ്റെ ഉള്ളടക്കം. നെഞ്ചു തകർന്നുപോയ അദ്ദേഹം ബ്രഷും ചായവും വലിച്ചെറിഞ്ഞ് കുതിരപ്പുറത്ത് പാഞ്ഞു ചെന്ന് കണക്റ്റിക്കട്ടിലെ തൻ്റെ വീട്ടിലെത്തി. പക്ഷെ അദ്ദേഹം എത്തിയപ്പോഴേക്കും ഭാര്യയെ മണ്ണിലടക്കം ചെയ്തിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു. അവൾക്ക് അസുഖമാണെന്നോ അവൾ മരിച്ചെന്നോ എന്തിന് അവളുടെ ശവസംസ്കാരം നടക്കുന്നു എന്നോ ഉള്ള വിവരം യഥാസമയം അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞില്ല. എന്താ കാര്യം? അന്ന് ഇൻഫർമേഷൻ സഞ്ചരിച്ചിരുന്നത് കുതിരയുടെ വേഗത്തിലാണ്. ആ കല്ലറയ്ക്ക് മുന്നിൽ നിന്ന് അങ്ങനെ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. ഇനി ഒരിക്കലും ഒരു മെസ്സേജ് സഞ്ചരിക്കാൻ എടുക്കുന്ന ദൂരം കാരണം മനുഷ്യർക്ക് ഗതി വരരുത്. ഈ ദുരന്തത്തെ അതിനെ ഞാൻ ഇല്ലാതാക്കും. അങ്ങനെയാണ് അദ്ദേഹം ആർട്ടൊക്കെ വിട്ടിട്ട് ഇലക്ട്രോ മാഗ്നറ്റിസത്തിൻ്റെ പണിപ്പുരയിലേക്ക് ഇറങ്ങുന്നത്. പക്ഷേ നമ്മളിവിടെ മറക്കാൻ പാടില്ലാത്ത, ചരിത്രം പലപ്പോഴും തഴഞ്ഞുപോയൊരു പേരുണ്ട്, ആൽഫ്രഡ് വെയിൽ. മോഴ്സിൻ്റെ ആദ്യത്തെ ഐഡിയ ശരിക്കും ഒരു വലിയ അബദ്ധമായിരുന്നു. ഓരോ വാക്കിനും ഓരോ നമ്പർ കൊടുക്കുക എന്നതായിരുന്നു പ്ലാൻ. ഉദാഹരണത്തിന് 1 എന്ന് അയച്ചാൽ ദി എന്നും 25 എന്ന് അയച്ചാൽ ഷിപ്പ് എന്നൊക്കെ ആയിരിക്കും ഡീകോഡ് ചെയ്യേണ്ടത്. പക്ഷേ ഇത് നടപ്പിലാക്കാൻ ലോകത്തിലെ എല്ലാ ടെലിഗ്രാഫ് ഓഫീസിലും വലിയ ഡിക്ഷണറികൾ വെക്കേണ്ടി വരുമല്ലോ. സോ അതൊരു വലിയ പരാജയമായിരുന്നു. ഇവിടെയാണ് ആൽഫ്രഡ് വെയിലിൻ്റെ ബുദ്ധി വർക്കൗട്ട് ആവുന്നത്. ന്യൂജേഴ്സിയിലെ സ്പീഡ്വെൽ അയൺ വർക്ക്സിലെ ആ പുക പിടിച്ച മുറിയിലിരുന്നു കൊണ്ട് വെയിൽ ഒരു കാര്യം ഇങ്ങനെ മനസ്സിൽ ചോദിച്ചു. നമുക്ക് എന്തിനാണ് വാക്കുകൾക്ക് കോഡ് കൊടുക്കേണ്ടി വരിക? നമുക്ക് അക്ഷരങ്ങൾക്ക് കോഡ് കൊടുത്താൽ പോരെ? അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഡോട്ടും ഡാഷും ഒക്കെ ജനിക്കുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിലെ എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് ഞാൻ പറയാം. ഇതൊരു മാജിക് ഒന്നുമല്ല. ഇതിനൊരു ഹൃദയമുണ്ട്, ഒരു തലച്ചോറുണ്ട്, ഒരു നാവുണ്ട്. ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ ഇതൊരു ഇലക്ട്രിക് സർക്യൂട്ടാണ്. പ്രധാനമായിട്ടും 3 ഭാഗങ്ങൾ. 1 ബാറ്ററി, അതായത് കറണ്ട് കൊടുക്കുന്ന ഇടം. 2 കീ, നമ്മൾ കൈകൊണ്ട് അമർത്തുന്ന ഒരു സ്വിച്ചാണ്. 3ാമത്തത് സൗണ്ടർ, അതായത് അപ്പുറത്ത് ശബ്ദമുണ്ടാക്കുന്ന ഉപകരണം. നമ്മൾ കീ അമർത്തുമ്പോൾ സർക്യൂട്ട് പൂർത്തിയാകും. അപ്പോൾ കറണ്ട് കമ്പിയിലൂടെ പാഞ്ഞ് അപ്പുറത്തെത്തി അവിടെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് അല്ലെങ്കിൽ വൈദ്യുതകാന്ത ഇരിപ്പുണ്ട്. കറണ്ട് കിട്ടുമ്പോൾ അതൊരു കാന്തമായിട്ട് പ്രവർത്തിച്ച് മുകളിലുള്ള ഇരുമ്പ് കഷ്ണത്തെ താഴേക്ക് വലിക്കും. അങ്ങനെ കേൾക്കുന്ന ശബ്ദമാണ് ടിക്ക് അഥവാ ക്ലിക്ക്. കൈയെടുക്കുമ്പോൾ സ്പ്രിങ് അതിനെ തിരിച്ചു തള്ളും. അപ്പോൾ കേൾക്കുന്ന ശബ്ദമാണ് ക്ലാക്ക്. ഈ ടിക്ക് ക്ലാക്ക് ശബ്ദങ്ങൾക്കിടയിലുള്ള സമയമാണ് ഭാഷ. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. നമ്മളിവിടെ ഒരു സ്വിച്ച് അമർത്തുമ്പോൾ ഈ വയർ എത്രത്തോളം ദൂരെയുണ്ടോ അത്രയും ദൂരെ പോയതിന് ശേഷം അപ്പുറത്തുള്ള ആൾക്കാണ് അതിൻ്റെ ശബ്ദം കേൾക്കുക. സോ കമ്പിയുടെ നീളം കൂടുന്തോറും കറണ്ട് കുറഞ്ഞു വരും. ഒരു 10-20 കിലോമീറ്റർ കഴിയുമ്പോൾ സിഗ്നൽ വീക്കാകും. സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്ത് നിന്ന് ഞാനൊരു സ്വിച്ചിൽ ഞെക്കിയാൽ ഈ കറണ്ടിനെ കമ്പിയിലൂടെ സഞ്ചരിപ്പിച്ച് കാസർഗോഡ് വരെ എത്തുമ്പോഴേക്ക് ആ സിഗ്നൽ അങ്ങ് എത്തില്ല. സോ അങ്ങനെ കാന്തത്തിന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള വൈദ്യുതി കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ ജോസഫ് ഹെൻറി എന്ന് പറയുന്ന വ്യക്തി റിലേ എന്ന് പറയുന്ന ഒരു മെക്കാനിസം കണ്ടെത്തി. ഇന്നത്തെ കമ്പ്യൂട്ടറിലെ ട്രാൻസിസ്റ്ററിൻ്റെ മുത്തച്ഛനാണിത്. നമ്മൾ അയക്കുന്ന ഇലക്ട്രിക് സിഗ്നൽ ക്ഷീണിച്ച് ചാകാറാകുന്ന സമയമാകുമ്പോൾ, അതായത് നേർത്ത് വരുമ്പോൾ അത് ആ പോകുന്ന കമ്പിക്കിടയിലുള്ള ഒരു റിലേയിലേക്ക് കയറും, ഒരു സർക്യൂട്ടിലേക്ക് കയറും. ആ വീക്കായ സിഗ്നലിന് ചെറിയൊരു സ്വിച്ച് ഓൺ ചെയ്യാനുള്ള കുഞ്ഞ് ശേഷിയുണ്ടല്ലോ,
ആ സ്വിച്ച് കണക്ട് ചെയ്തിരിക്കുന്നത് തൊട്ടടുത്തുള്ള പുതിയൊരു സ്ട്രോങ് ബാറ്ററിയുമായിട്ടാണ്. അങ്ങനെ ക്ഷീണിച്ചു വരുന്ന ആ ഒരു സന്ദേശം കൂടുതൽ സ്ട്രോങ് ആവും. അല്ലെങ്കിൽ ഒരു കുതിര ഓടി ഓടി ക്ഷീണിച്ചു വരുമ്പോൾ ആ സന്ദേശം തൊട്ടപ്പുറത്തേക്കുന്ന പുതിയൊരു കുതിരയുടെ കയ്യിലേക്ക് പോകുന്നത് പോലെ ഈ സന്ദേശത്തെ ഇടയ്ക്കിടയ്ക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഭൂഖണ്ഡങ്ങൾ താണ്ടി സന്ദേശങ്ങൾ അയക്കുന്നത്. ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലക്സ് ആകുന്നത്. കരയിലൂടെ കമ്പി വലിക്കുന്നത് പോലെ അല്ല കടലിലൂടെ കമ്പി വലിക്കുക. അറ്റ്ലാന്റിക് സമുദ്രത്തിനടിയിലൂടെ ആയിരക്കണക്കിന് കിലോമീറ്റർ കേബിൾ ഇട്ടപ്പോൾ സയൻറ്റിസ്റ്റുകൾ വിയർത്തു. കടൽ വെള്ളം ഒരു കണ്ടക്ടറാണ്. കേബിളിലൂടെ കറണ്ട് കടത്തിവിടുമ്പോൾ പുറത്തുള്ള വെള്ളം അതിനെ സ്വാധീനിച്ച് ഒരു കപ്പാസിറ്റൻസ് ഉണ്ടാവും. സോ നമ്മൾ ഇവിടെ നിന്ന് കൃത്യമായൊരു ടിക്ക് അയച്ചു കഴിഞ്ഞാൽ കടൽ കടന്ന് അപ്പുറത്തെത്തുമ്പോൾ അതൊരു കുഴഞ്ഞ രൂപത്തിലായിരിക്കും. അതായത് സിഗ്നൽ സ്മഡ്ജായി പോകുമെന്ന് പറയും. അന്നത്തെ സാധാരണ ടിക്കർ മെഷീനുകൾക്ക് ഈ സിഗ്നൽ ഡീകോഡ് ചെയ്യാൻ പറ്റില്ല. ഇവിടെയാണ് ലോർഡ് കെൽവിൻ എന്ന് പറയുന്ന ജീനിയസ് രക്ഷകനായിട്ട് എത്തുന്നത്. അദ്ദേഹം ചിന്തിച്ചത്, ഭാരമുള്ള ഇരുമ്പ് സൂചിയെ അനക്കാൻ കറണ്ടിന് ശക്തിയില്ലെങ്കിൽ നമുക്ക് ഭാരമില്ലാത്ത ഒന്നിനെ സൂചിയായിട്ട് ഉപയോഗിച്ചാലോ? ഭാരമില്ലാത്ത വസ്തു അതെന്താണ്? വെളിച്ചം. അദ്ദേഹം മിറർ ഗാൽവനോമീറ്റർ എന്നൊരു ഉപകരണം ഉണ്ടാക്കി. അതിൻ്റെ പ്രവർത്തനം നോക്കിയാൽ ആരും അത്ഭുതപ്പെടും. ഈ ഉപകരണത്തിൻ്റെ ഉള്ളിൽ മുടിയിഴയേക്കാൾ നേർത്ത ഒരു പട്ടുനൂലിൽ തൂക്കിയിട്ട വളരെ ചെറിയൊരു കാന്തമുണ്ട്. ആ കാന്തത്തിൽ ഒരു കുഞ്ഞു കണ്ണാടി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഈ കണ്ണാടിയിലേക്ക് ഒരു ലാമ്പിൽ നിന്ന് വെളിച്ചമടിക്കുന്നു. അപ്പോൾ ആ വെളിച്ചം റിഫ്ലക്റ്റ് ചെയ്ത് ദൂരെയുള്ള ചുമരിൽ ഒരു പൊട്ടുപോലെ കാണാം. കടലിനടിയിലൂടെ വരുന്ന ആ തീരെ ചെറിയ കറണ്ട് ഉപകരണത്തിലെ കോയിലിലേക്ക് എത്തുമ്പോൾ കാന്തം ഒന്ന് ചെറുതായിട്ട് അനങ്ങും. കാന്തം അനങ്ങിയാൽ കണ്ണാടി തിരിയും. കണ്ണാടി തിരിയുമ്പോൾ ചുമരിൽ വീഴുന്ന വെളിച്ചത്തിൻ്റെ പൊട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നന്നായിട്ട് മാറും. ഒന്ന് ആലോചിച്ച് നോക്കൂ. ലേസറോ കമ്പ്യൂട്ടറോ ഒന്നുമില്ലാത്ത 1850കളിൽ വെളിച്ചത്തെ ഒരു സൂചിയായിട്ട് ഉപയോഗിച്ച് സമുദ്രത്തിൻ്റെ അടിയിലൂടെ വരുന്ന അദൃശ്യമായ സന്ദേശങ്ങളെ അവർ വായിച്ചെടുത്തു. ഇടത്തോട്ട് നീങ്ങിയാൽ ഡോട്ട്, വലത്തോട്ട് നീങ്ങിയാൽ ഡാഷ്. ഇരുട്ടുമുറിയിലെ ആ വെളിച്ചപ്പൊട്ടിൻ്റെ ചലനം നോക്കി അവർ ലോകത്തെ മുഴുവൻ ബന്ധിപ്പിച്ചു. ഇനി നമുക്ക് ആ പഴയ ടെലിഗ്രാഫ് ഓഫീസുകളിലേക്ക് പോവാം. നമുക്ക് പലർക്കും അത് അറിയില്ലായിരിക്കും, പക്ഷെ പണ്ടുണ്ടായിരുന്നു. ഒരു കാലത്ത് നമ്മുടെ നാടിൻ്റെ വാട്സപ്പും ഇമെയിലും ഒക്കെ ആയിരുന്നു ഈ സ്ഥലങ്ങൾ. ഓഫീസിലേക്ക് കയറുമ്പോൾ തന്നെ കേൾക്കുന്നത് നിർത്താതെയുള്ള ക്ലിക്ക് ക്ലാക്ക് ക്ലിക്ക് ശബ്ദങ്ങളാണ്. ഓരോ ശബ്ദവും ഓരോ വാർത്തയാണ്. ചിലത് മരണ വാർത്തയാകാം, ചിലത് ലോട്ടറി അടിച്ചതാകാം, ചിലത് യുദ്ധമാകാം. ഓപ്പറേറ്റർമാർ ചെവിയിൽ ഹെഡ്ഫോൺ വെച്ചിട്ട് ആ വരുന്ന ശബ്ദങ്ങളെ അക്ഷരങ്ങളായി പേപ്പറിൽ പകർത്തി എഴുതിയെടുക്കും. അത് പിന്നീട് ആ പിങ്ക് നിറമുള്ള പേപ്പറിൽ ഒട്ടിച്ച് കമ്പി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് പോസ്റ്റ്മാൻ വീടുകളിലേക്ക് എത്തും. ഇവിടെ പലർക്കും തെറ്റിപ്പോകുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ എനിഗ്മ മെഷീൻ എന്ന് കേട്ടിട്ടില്ലേ? ഈ എനിഗ്മ മെഷീനും മോഴ്സ് കോഡും തമ്മിൽ എന്താ ബന്ധം? രണ്ടാം ലോക മഹായുദ്ധ സിനിമകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഇമിറ്റേഷൻ ഗെയിമിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. ഇൻ്റർനെറ്റിൻ്റെ ആദ്യത്തെ രൂപമായിട്ടുള്ള മെഷീൻ കണ്ടെത്തിയത് സത്യത്തിൽ ജർമ്മനിക്കാരുണ്ടാക്കിയ എനിഗ്മ മെഷീനെ ഡീകോഡ് ചെയ്യുന്നതിലൂടെയാണ് എന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഹിറ്റ്ലറുടെ രഹസ്യങ്ങൾ സൂക്ഷിച്ചിരുന്ന പെട്ടിയാണ് എനിഗ്മ മെഷീൻ. എനിഗ്മ മെഷീൻ മോഴ്സ് കോഡല്ല ഉണ്ടാക്കുന്നത്. പകരം എനിഗ്മ മെഷീൻ ചെയ്യുന്നത് എൻക്രിപ്ഷനാണ്. അതായത് അറ്റാക്ക് നൗ എന്ന സന്ദേശത്തെ ഈ കാണുന്ന പോലെ XJTYU എന്നൊക്കെ ആക്കി മാറ്റി എഴുതും. ഈ അർത്ഥമില്ലാത്ത അക്ഷരങ്ങളെയാണ് പിന്നീട് ടെലിഗ്രാഫ് ഓപ്പറേറ്റർമാർക്ക് കൊടുക്കുന്നത്. ആ ഓപ്പറേറ്റർമാർ വിചിത്രമായ അക്ഷരങ്ങളെ മോഴ്സ് കോഡിലുള്ള ഡോട്ടും ഡാഷുമാക്കി റേഡിയോയിലൂടെ അയക്കും. അതായത് എനിഗ്മ എന്നത് പൂട്ടാണ്, മോഴ്സ് കോഡ് എന്നത് പൂട്ട് കൊണ്ടുപോകുന്ന വഴിയും. ഇനി സോഫ്റ്റ്വെയറിലേക്ക് വരാം. ഇവിടെയാണ് ആൽഫ്രഡ് വെയിൽസിൻ്റെ ശരിക്കുമുള്ള ബുദ്ധി നമ്മൾ കാണുന്നത്. മോഴ്സ് കോഡൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം വെറുതെ കുറേ ഡോട്ടും ഡാഷും ഉണ്ടാക്കി വെക്കുകയല്ല ചെയ്തത്. അദ്ദേഹം നേരെ പോയത് ലോക്കൽ പത്ര ഓഫീസിലേക്കാണ്. അവിടെ അച്ചടിക്കാൻ വെച്ചിരിക്കുന്ന അക്ഷരങ്ങൾ അദ്ദേഹം എണ്ണി നോക്കി. ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അക്ഷരം ഏതാണെന്ന് നോക്കിയപ്പോൾ അത് ഇ ആയിരുന്നു. അതുകൊണ്ട് ഏറ്റവും എളുപ്പമുള്ള സിഗ്നൽ, അതായത് ഒരൊറ്റ ടോ അദ്ദേഹം ഇക്ക് കൊടുത്തു. രണ്ടാമത് വരുന്നത് ടി ആണ്. അതിന് ഒരൊറ്റ ഡാഷ് കൊടുത്തു. ഏറ്റവും അപൂർവമായി വരുന്ന ഇസഡ്, ക്യൂ പോലെയുള്ള അക്ഷരങ്ങൾക്ക് നീളമുള്ള കോഡുകൾ കൊടുത്തു. ഇന്ന് നമ്മൾ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഹഫ്മാൻ കോഡിംഗ് അല്ലെങ്കിൽ സിപ്പ് ഫയലുകളൊക്കെ വർക്ക് ചെയ്യുന്ന ഇതേ തത്വത്തിലാണ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കാര്യത്തിന് ഏറ്റവും കുറഞ്ഞ സ്ഥലം അല്ലെങ്കിൽ സമയം കൊടുക്കുക. കമ്പ്യൂട്ടർ ഉണ്ടാകുന്നതിന് 100 വർഷം മുമ്പ് ഒരു ഇരുമ്പ് പണിശാലയിൽ വെച്ച് 2 മനുഷ്യർ ചേർന്ന് ഡാറ്റ കംപ്രഷൻ കണ്ടെത്തിയിരിക്കുന്നു. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് അറിയാമോ? ഇതൊരു മെഷീൻ ഭാഷയാണെങ്കിലും ഇത് അയക്കുന്നത് മനുഷ്യരാണ്. ഒരു എക്സ്പെർട്ട് ഓപ്പറേറ്റർ ഒരിക്കലും ഡോട്ടും ഡാഷും എണ്ണി നോക്കാറില്ല. അവർ കേൾക്കുന്നത് ഒരു പാട്ടാണ്. ദ് എന്ന് പറയുമ്പോൾ കേൾക്കുന്നത് ടിക് ടിക് അല്ല, അതിന് പകരം ഡാ ഡി ഡി ഡിച്ച് എന്നൊരു മ്യൂസിക്കാണ്. ഇതാണ് അവരുടെ തലച്ചോറ് ഡീകോഡ് ചെയ്യുക. ഇവിടെയാണ് ടെലിഗ്രാഫേഴ്സ് ക്രാമ്പ് അല്ലെങ്കിൽ ഗ്ലാസാം എന്നൊരു രോഗം വരുന്നത്. മണിക്കൂറുകളോളം ഈ കീ അമർത്തി കൈ തളർന്നു പോകുന്ന അവസ്ഥ. ഇതിന് പരിഹാരമായിട്ടാണ് വിബ്രോപ്ലക്സ് അഥവാ ബഗ് എന്ന് പറയുന്ന ഉപകരണം കണ്ടുപിടിക്കുന്നത്. നമ്മൾ തള്ള വിരൽ കൊണ്ട് വശങ്ങളിലേക്ക് തട്ടിയാൽ മതി, മെഷീൻ തന്നെ ടക്ക 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 എന്ന് ഡോട്ടുകൾ ഇട്ട് തരും. ഇത് ഓപ്പറേറ്റർമാരുടെ പണി എളുപ്പമാക്കി. കൈപ്പട, അതായത് ഹാൻഡ് റൈറ്റിംഗ് പോലെ തന്നെ കീ അമർത്തുന്നതിനും ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ട്. ഇതിനെയാണ് ഫിസ്റ്റ് എന്ന് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ശത്രുക്കളുടെ നീക്കങ്ങൾ മനസ്സിലാക്കാൻ സഖ്യകക്ഷികൾ ഉപയോഗിച്ചിരുന്നത്.
റേഡിയോയിൽ വരുന്ന സന്ദേശം എൻക്രിപ്റ്റഡ് ആയിരിക്കാം, പക്ഷേ ആ ടൈപ്പ് ചെയ്യുന്ന താളം കേട്ട് ബ്രിട്ടീഷ് ഇൻ്റലിജൻസിന് പറയാൻ പറ്റും ഇത് ടൈപ്പ് ചെയ്യുന്നത് ജർമ്മൻ ഓപ്പറേറ്റർ മേ ബി എക്സ് അല്ലെങ്കിൽ ഹാൻസ് ആണ്. പുള്ളിക്കാരൻ ഇന്നലെ പാരീസിലിരുന്നാണ് ടൈപ്പ് ചെയ്തത്, ഇന്ന് അവൻ നോർമാൻഡിയിലുണ്ട്. അതുകൊണ്ട് ജർമ്മൻ പട്ടാളം അങ്ങോട്ടാണ് നീങ്ങുന്നത്. സന്ദേശം വായിക്കാതെ തന്നെ അയക്കുന്ന ആളുടെ വിരലടയാളം വെച്ച് യുദ്ധം ജയിച്ച തന്ത്രം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് വിപ്ലവകാരികൾക്ക് ഏറ്റവും പേടിയുണ്ടായിരുന്നത് ബ്രിട്ടീഷുകാരുടെ തോക്കുകളായിരുന്നില്ല, മറിച്ച് റെയിൽവേ ട്രാക്കിനരികിലൂടെ പോകുന്ന കമ്പികളെയാണ്. ആകാശത്തിലൂടെ സംസാരിക്കുന്ന ചരട് അല്ലെങ്കിൽ ദ സ്ട്രിങ് ദാറ്റ് ടോക്സ് എന്നാണ് അവരതിനെ വിളിച്ചിരുന്നത്. കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഡൽഹിയിൽ നിന്ന് അംബാലയിലേക്ക് ഒരു ജൂനിയർ ഓപ്പറേറ്റർ തൻ്റെ ജീവൻ പോകുന്നതിന് തൊട്ടു മുൻപ് അയച്ച ഒരൊറ്റ സന്ദേശമാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ രക്ഷിച്ചത്. ആ സന്ദേശം കിട്ടിയതുകൊണ്ടാണ് കലാപ സമയത്ത് ബ്രിട്ടീഷ് പട്ടാളം അലേർട്ടായതും തിരിച്ചടിച്ചതും. ഇലക്ട്രിക് ടെലിഗ്രാഫാണ് ഇന്ത്യയിൽ ഞങ്ങളെ രക്ഷിച്ചതെന്ന് പിന്നീട് ബ്രിട്ടീഷ് വൈസ്രോയ് പറഞ്ഞിട്ടുണ്ട്. ഒരു സാമ്രാജ്യത്തെ നിലനിർത്താനും തകർക്കാനും വരെ ശേഷിയുള്ള ആയുധമായിരുന്നു അത്. ടൈറ്റാനിക് സിനിമ നമുക്കറിയാലോ. അവസാനം വരെ ഇരുന്ന് സന്ദേശം അയക്കുന്ന 2 പേരെ ഓർമ്മയുണ്ടോ? ജാക്ക് ഫിലിപ്സും ഹാരോൾഡ് ബ്രൈഡും. അന്ന് വരെ CQD എന്ന കോഡായിരുന്നു ഡേഞ്ചർ സൂചന. കം ക്യുക്ക് ഡേഞ്ചർ എന്നൊക്കെ നമ്മൾ ചുമ്മാ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ ഓൾ സ്റ്റേഷൻസ് ഡിസ്ട്രസ് എന്നതായിരുന്നു അർത്ഥം. പക്ഷേ ടൈറ്റാനിക് മുങ്ങുന്ന ആ രാത്രിയിലാണ് ആ ഒരു സിസ്റ്റം മാറുന്നത്. CQDയേക്കാൾ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന താളത്തിൽ വ്യത്യാസമുള്ള SOS, ഈ കാണുന്ന ആ ഒരു കോഡാണ് പിന്നീട് അയച്ചു തുടങ്ങിയത്. ടൈറ്റാനിക്കിൻ്റെ സ്പാർക്ക് ട്രാൻസ്മിറ്ററുകൾ നിലവിളിക്കുന്നത് പോലെ ശബ്ദമുണ്ടാക്കി ആ സന്ദേശം ഇങ്ങനെ അയച്ചുകൊണ്ടിരുന്നു. കപ്പലിലെ വൈദ്യുതി നിലച്ച് ആ ശബ്ദം ഇല്ലാതാകുന്നതുവരെ അവർ ഇങ്ങനെ അയച്ചുകൊണ്ടിരുന്നു. ഈ ഭാഷ ഇതിൻ്റെ ഏറ്റവും ഗംഭീരമായ ഉപയോഗം നടത്തിയത് വിയറ്റ്നാം യുദ്ധകാലത്ത് കൂടിയാണ്. ജെറമിയ ഡെൻഡൺ എന്ന അമേരിക്കൻ പൈലറ്റിനെ വിയറ്റ്നാംകാർ പിടിച്ചു വച്ചിരിക്കുകയാണ്. അവർ അദ്ദേഹത്തെ കൊണ്ട് ടിവിയിൽ നിർബന്ധിപ്പിച്ച് സംസാരിച്ചു. ഞങ്ങളെ ഇവിടെ നല്ല രീതിയിലാണ് നോക്കുന്നത് എന്ന് അദ്ദേഹം വായു കൊണ്ട് പറഞ്ഞെങ്കിലും ലോകം മുഴുവൻ കണ്ടത് അദ്ദേഹത്തിൻ്റെ കണ്ണുകളായിരുന്നു. ലൈറ്റ് അടിക്കുന്നത് കൊണ്ട് കണ്ണ് ചിമ്മുകയാണെന്ന് ശത്രുക്കൾ കരുതി. പക്ഷേ അദ്ദേഹം കണ്ണ് ചിമ്മിയത് മോഴ്സ് കോഡിലായിരുന്നു. TORTURE, ടോർച്ചർ അഥവാ പീഡനം എന്ന് ഡീകോഡ് ചെയ്യാവുന്ന മോഴ്സ് കോഡ്. വായ കൊണ്ട് നുണ പറയുമ്പോഴും കണ്ണുകൊണ്ട് സത്യം വിളിച്ചു പറഞ്ഞ ആ നിമിഷം, അത് മോഴ്സ് കോഡിൻ്റെ പവറാണ്. ഇനി നമുക്ക് വർത്തമാനകാലത്തിലേക്ക് വരാം. ഇന്ന് 5Gയും AIയും ഒക്കെ വന്നിട്ടും മോഴ്സ് കോഡ് മരിച്ചിട്ടില്ല. ജിം ലൂബിൻ എന്നൊരാളുണ്ട്. കഴുത്തിന് താഴെ പൂർണ്ണമായും തളർന്നു പോയ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ മാത്രം ജീവിക്കുന്ന മനുഷ്യൻ. കൈകളോ വിരലുകളോ അനക്കാൻ വയ്യ. പക്ഷേ അദ്ദേഹം ഇന്നും ലോകത്തോട് സംസാരിക്കുന്നത് മോഴ്സ് കോഡ് വഴിയാണ്. സിപ്പ് ആൻഡ് പഫ് എന്നൊരു ടെക്നോളജി. വായു ഉള്ളിലേക്ക് വലിക്കുമ്പോൾ അത് ഡോട്ട്, പുറത്തേക്ക് ഊതുമ്പോൾ അത് ഡാഷ്. ഈ ശ്വാസം ഉപയോഗിച്ച് അദ്ദേഹം കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാറുണ്ട്, വെബ്സൈറ്റുകൾ ഉണ്ടാക്കുന്നു. അതുമാത്രമല്ല, നമ്മുടെ തലയ്ക്ക് മുകളിൽ ഇപ്പോഴും ആ പഴയ ഭാഷ മുഴങ്ങുന്നുണ്ട്. ബഹിരാകാശത്തേക്ക് നമ്മൾ വിട്ട വോയേജർ പേടകത്തിലെ അന്യഗ്രഹ ജീവജാലങ്ങൾക്ക് വേണ്ടി കരുതി വെച്ച സന്ദേശങ്ങളിലൊന്ന് മോഴ്സ് കോഡാണ്. പെർ ആസ്പെറ ആഡ് ആസ്ട്ര അഥവാ കഷ്ടപ്പാടുകളിലൂടെ നക്ഷത്രങ്ങളിലേക്ക് എന്ന് അതിൽ മോഴ്സ് കോഡിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ഇൻ്റർസ്റ്റെല്ലാർ സിനിമയിലെ കൂപ്പറെ പോലെ എപ്പോഴെങ്കിലും നമ്മൾ നിസ്സഹായരായി നിൽക്കുന്ന ഒരു നിമിഷം വന്നാൽ അവിടെ വൈഫൈയോ ഫോൺ സിഗ്നലോ ഒന്നുമില്ലെങ്കിൽ, ശബ്ദം പോലും ഇല്ലെങ്കിലും നമുക്കപ്പോഴും ആശയവിനിമയം നടത്താൻ പറ്റും. മോഴ്സ് കോഡ് പഠിച്ചു വെച്ചിരുന്നാൽ ഒരു ടോർച്ച് ലൈറ്റ് മിന്നിച്ചാൽ മതി, ഒന്ന് കണ്ണ് ചിമ്മിയാൽ മതി, അല്ലെങ്കിൽ വിരൽ കൊണ്ടൊന്ന് മേശപ്പുറത്ത് തട്ടിയാൽ മതി. എല്ലാം നശിച്ചാലും അവസാനം ബാക്കിയാവുന്നത് ഈ ഡോട്ടുകളും ഡാഷുകളും മാത്രമായിരിക്കും. അതുകൊണ്ട് മോഴ്സ് കോഡ് വെറുമൊരു പഴയ ടെക്നോളജി അല്ല, അത് മനുഷ്യൻ്റെ അതിജീവനത്തിൻ്റെ ഭാഷയാണ്. ഒരു പേഷ്യൻ്റ് വെയിറ്ററിനെ പോലെ അത് നമുക്ക് വേണ്ടി എപ്പോഴും കാത്തിരിക്കുന്നു. നന്ദി.